തന്റെ ഉപജീവനമാർഗമായ വാഹനം കഴുകിക്കൊണ്ടിരിക്കുന്നതിനിടെ ആകസ്മികമായി യുവാവിനെ മരണം തട്ടിയെടുത്ത വാർത്ത അങ്ങേയറ്റം ഹൃദയഭേദകമാണ്. നാം നിസ്സാരമെന്ന് കരുതുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ നമ്മുടെ ജീവനെടുക്കാൻ വരെ കാരണമാകുന്നതാണ് എന്ന് തെളിയിക്കുന്നതുകൂടിയാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം. പാലക്കാട് വീരമംഗലം ഒടുവങ്ങാട്ടിൽ സ്വദേശി അബൂബക്കർ സിദ്ദീഖാണ് കഴിഞ്ഞ ദിവസം ദാരുണമായി മരണപ്പെട്ടത്. ഇവിടെ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ യുവാവ് 3 പിഞ്ചു മക്കളുടെ പിതാവ് കൂടിയാണ് എന്നതാണ്. വെറും 33 വയസ്സ് മാത്രമാണ് യുവാവിന്റെ പ്രായം. 3 പെൺമക്കളിൽ ഇളയ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. ഈ യുവാവിന് സംഭവിച്ച ദാരുണമായ അപകടം ഇനിയൊരിക്കലും ആവർത്തിക്കപ്പെടരുത്. ഇതിനായി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. തൃക്കടീരിയിൽ BEM സ്കൂളിന് സമീപത്ത് വെച്ച് കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം നടക്കുന്നത്. JCB ഡ്രൈവറായ സിദ്ദിഖ് ജോലി കഴിഞ്ഞ ശേഷം ചെളി പിടിച്ച തന്റെ വാഹനം കഴുകാനായി തുടങ്ങുകയായിരുന്നു. ഇതിനായി ശക്തിയേറിയ പ്രഷർ വാഷറാണ് ഉപയോഗിച്ചിരുന്നത്. വെള്ളവും വൈദ്യുതിയും ഒരുപോലെ ഉപയോഗിക്കുന്ന ഈ മെഷീനിൽ നിന്ന് എങ്ങനെയോ അപ്രതീക്ഷിതമായി വൈദ്യുതി പ്രവഹിക്കുകയായിരുന്നു എന്നാണ് കരുതുന്നത്. ഷോക്കേറ്റ് നിലത്ത് വീണ് കിടക്കുന്ന നിലയിൽ കണ്ട യുവാവിനെ സമീപത്തുള്ളവർ ചേർന്ന് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഇത്തരം സംഭവങ്ങളിലൂടെ വൈദ്യുത സുരക്ഷയ്ക്ക് മുൻഗണന നൽകേണ്ടതിന്റെ പ്രാധാന്യത്തെ അടിവരയിട്ട് കാണിക്കുന്നു. സുരക്ഷിതമായ വയറിംഗ് രീതികളുടെയും ഇലക്ട്രിക്കൽ ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ സംവിധാനങ്ങളുടെയും ആവശ്യകതയും ഇവിടെ എടുത്തു കാട്ടേണ്ടിയിരിക്കുന്നു. വെള്ളത്തിൽ നിന്നുകൊണ്ട് വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോൾ അപകട സാധ്യത 10 മടങ്ങ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം ഓട്ടോമാറ്റിക്കായി കട്ട് ഓഫ് ആകുന്ന RCCB പോലുള്ള സുരക്ഷാ ഉപകരണങ്ങൾ നിർബന്ധമായും ഘടിപ്പിക്കേണ്ടതുണ്ട്. ഇതിലൂടെ നമുക്ക് ഇങ്ങനെയുണ്ടാകുന്ന എർത്ത് ലീക്കേജുകളിൽ നിന്നും രക്ഷ നേടാനും 90% വൈദ്യുതി അപകടങ്ങളെ ഒഴിവാക്കാനും സാധിക്കും. മറ്റൊന്ന്, വില കുറഞ്ഞതോ നിലവാരമില്ലാത്തതോ ആയ പ്രഷർ വാഷറുകൾ ഒരിക്കലും വാങ്ങരുത്. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ പലരും ഇത്തരം പ്രഷർ വാഷറുകൾ വാടകയ്ക്കെടുത്താണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള മെഷീനുകൾ പല കൈമറിഞ്ഞ് വരുന്നവയുമാണ്. അതുകൊണ്ട് തന്നെ വയറുകൾക്കോ പ്ലഗുകൾക്കോ തകരാറുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കാതെ അത് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ നനഞ്ഞ കൈകളോടെ സ്വിച്ചുകൾ ഓൺ ചെയ്യാനായി ഒരിക്കലും ശ്രമിക്കരുത്. കൂടാതെ എർത്തിങ് കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും അത്യാവശ്യമാണ്. ദയവായി ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഉപകരണങ്ങളൊക്കെ ഓരോരുത്തരും ശ്രദ്ധയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യുക. ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.